പ്രവർത്തിച്ചോളാം, ഇനി മുതൽ ഞാൻ സദഖ ചെയ്തോളാം, ഇനി മുതൽ ഞാൻ നിസ്കരിച്ചോളാം, ഇനി മുതൽ ഞാൻ നിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചോളാം എന്ന മരണസമയത്ത് ആ റൂഹ് പിടിക്കുന്ന സമയത്ത് മനുഷ്യൻ പറയുന്നതാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നമ്മൾ പടച്ചറപ്പിനോട് അങ്ങനെ പറഞ്ഞാൽ, പഠിച്ചവരെ ഇത് ഞാൻ നല്ലത് മാത്രം പ്രവർത്തിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ അത് പടച്ചറപ്പ് സ്വീകരിക്കില്ല. അല്ലാഹു പറയുമത്രേ, എടാ അതൊക്കെ നിന്റെ ഒരു വാക്ക് മാത്രമാണ്, അതൊക്കെ നിന്റെ വെറുമൊരു വാക്ക് മാത്രമോ. അവനതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കതിൽ നിന്ന് രക്ഷയില്ല. അതിനാൽ നല്ലത് ചെയ്ത് നല്ലത് പ്രവർത്തിച്ച് ദുനിയാവിൽ ജീവിച്ചോളോ, അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുന്നതാണ്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ശരീരത്തിലുള്ള ഈ ഹാർട്ടില്ലേ, യഥാർത്ഥത്തിൽ നമ്മുടെ ഹാർട്ട് പ്രവർത്തിക്കുന്നത് എപ്പോഴാ പ്രിയപ്പെട്ടവരെ? യഥാർത്ഥത്തിൽ നമ്മുടെ ഹാർട്ട് പ്രവർത്തിക്കുന്നത് എപ്പോഴാ? അത് പ്രവർത്തിക്കണമെങ്കിൽ ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം. ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിയുമ്പോ ഒരഭിപ്രായത്തിൽ ഞാൻ പറയുകയാ, 500 മലക്കുകളാണ് ഇത് പിടിക്കാനായി വരുന്നത്. 250 മലക്കുകൾ ഒരു കാലിന്റെ താഴ്ഭാഗത്ത് നിൽക്കുകയാ, മറ്റേ കാലിന്റെ താഴ്ഭാഗത്ത് 250 മലക്കുകൾ നിൽക്കുകയാ. വളരെ സാഹസപ്പെട്ടുകൊണ്ട് അവർ പിടിക്കുകയാ. ആ പിടിക്കുന്ന സമയത്ത് ഈ ആത്മാവ് പിടിക്കപ്പെടുന്ന മനുഷ്യൻ അനുഭവപ്പെടുന്നത് എന്തെന്നറിയോ? ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ വിവരിക്കുന്നത് കാണാം. പൊന്നുമോനെ, നമ്മുടെ ഈ കൂട്ടത്തിലേക്ക് വലിയ ധൈര്യമുള്ളവരും നല്ല ശക്തിയുള്ളവരും ഏത് പരീക്ഷണങ്ങളും തരണം ചെയ്യാൻ കഴിയുന്നവരും അങ്ങനെയൊന്നും കഴിയാത്തവരും അങ്ങനെയൊന്നും വ്യാകുലപ്പെടാത്തവരുമുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നല്ല ഒരു ഇരുമ്പിന്റെ മുള്ളെടുത്തിട്ട് നിന്റെ കൈയിന്റെ വിരലിന്റെ നഖത്തിന്റെ ഉള്ളിലൂടെ ഒരാടി അങ്ങോട്ട് കയറ്റിയാൽ നീ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുമോ? നീ സമാധാനത്തോടു കൂടെ അവിടെ നിൽക്കുമോ? ഇല്ല. നീ കിടന്ന് കരയില്ലേ? കിടന്ന് കരയില്ലേ? അല്ലാ, 2-3 ആളുകൾ വന്ന് നിന്റെ കൈയും കാലുമൊക്കെ പിടിച്ചിട്ട് ഒരാണി അങ്ങോട്ട് നിന്റെ കൈയിന്റെ വിരലിന്റെ നഖത്തിന്റെ ഉള്ളിലൂടെ ഒരാണി അങ്ങോട്ട് കയറ്റിയാൽ ഈ കൈകാലുകളിൽ തടിക്കാൻ ശ്രമിക്കുന്നതാ, വാവിട്ട് കരഞ്ഞു പോകും. എന്റെ ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, അതിനുള്ള കാരണമെന്താ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് ആ വേദനക്കുള്ള കാരണം? കാരണം മറ്റൊന്നുമല്ല, നല്ലൊരു ഇരുമ്പിന്റെ മുള്ളോടി നിന്റെ കൈയിന്റെ വിരലിന്റെ നഖത്തിന്റെ ഉള്ളിലൂടെ ആ ഒരു ആണി അങ്ങോട്ട് കയറ്റുമ്പോൾ അത്രയും സ്ഥലത്ത് നിന്ന്, ആ സ്പേസിൽ നിന്ന് നിന്റെ ആത്മാവൊന്ന് മാറി നിൽക്കുകയാണ്. അത്രയും സ്ഥലത്ത് നിന്ന്, ആ സ്പേസിൽ നിന്ന് നിന്റെ ആത്മാവ് മാറി നിൽക്കുന്ന വേദനയാണെങ്കിൽ, പൊന്നു ചെറുപ്പക്കാരാ, പൊന്നു പെങ്ങള്, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവന്റെ ചെന്നിയിലൂടെ, അവന്റെ ചങ്കിലൂടെ, അവന്റെ നാവിലൂടെ ഇതുപോലെ താണികൾ കയറുന്നത് നീയൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ രൂപത്തിലാണ് വേദന അനുഭവപ്പെടുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ. ബുദ്ധിയില്ലാത്തവന് ചോദിച്ചേക്കാം, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഇത്രയേറെ വേദന അനുഭവിക്കപ്പെടുന്നുവെങ്കിൽ അവൻ എന്തുകൊണ്ടാണ് കരയാത്തത്? അവൻ എന്തുകൊണ്ടാണ് കയ്യും കാലും ഇട്ടടിക്കാത്തത്? അവൻ എന്തുകൊണ്ടാണ് ഈ ദുനിയാവ് മൊത്തം വാവിട്ട് കരഞ്ഞുകൊണ്ടോടാത്തത്? എന്തുകൊണ്ടാ? പ്രിയപ്പെട്ടവരെ, മഹാനായ ഗസാലി ഇമാമിന്റെ മറുപടി എന്തെന്നറിയോ? പൊന്നുമോനെ, പൊന്നുമോളെ,
നരകത്തിന്റെ ഉള്ളിലൂടെ ഒരാണി അങ്ങോട്ട് കയറ്റുമ്പോ ആ ഒരു സ്ഥലത്ത് മാത്രമേ നിനക്ക് വേദനയുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഫ്രീ ആയതുകൊണ്ട് നിനക്ക് ആ സ്ഥലം കൊണ്ട് പ്രതികരിക്കാൻ കഴിയുന്നതാ. കയ്യനക്കാൻ കഴിയും, കാലനക്കാൻ കഴിയും, വാവിട്ട് കരയാൻ കഴിയും. എന്നാൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, മരിക്കുന്ന നേരത്ത്, മരിക്കുന്ന സമയത്ത് വേദനിക്കാത്ത സ്ഥലങ്ങളില്ല, വേദനയില്ലാത്ത ഭാഗങ്ങളില്ല. അതുകൊണ്ട് തന്നെ അനങ്ങാ കഴിയില്ല, കയ്യനക്കാ കഴിയില്ല, കാലനക്കാ കഴിയില്ല, വാവിട്ട് കരയാ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഗസാലിമ പറയുന്നു, ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത് അവന്റെ 2 കൈകളിൽ നിന്നും കാലുകളിൽ നിന്നുമാ. അതെന്തിനാണെന്നറിയോ? മരിച്ച മേൽഭാഗത്ത് നിന്നാണ് പിടിക്കുന്നതെങ്കിൽ നീ ഒരു ഭാഗത്ത് കിടക്കില്ല, നീ ഒരു ഭാഗത്തിരിക്കില്ല. നീ ദുനിയാവ് മൊത്തം വാവിട്ട് കരഞ്ഞുകൊണ്ടോടുന്നതാണ്. നീ കരയാതിരിക്കാൻ, അടങ്ങിയിട്ടൊരു ഭാഗത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ദുനിയാവ് മൊത്തം വാവിട്ട് കരഞ്ഞോടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ കൈകളിൽ നിന്ന് തുടങ്ങിയത്, നിന്റെ കാലുകളിൽ നിന്ന് തുടങ്ങിയത്. അതിന് വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് പെട്ടെന്ന് നെഞ്ഞുവേദന വന്ന് പൊളഞ്ഞാൽ അതവന്റെ മൗത്തിന്റെ വേദനയാണോ? അതവന്റെ മരണത്തിന്റെ വേദനയാണോ? പേടിക്കേണ്ടതില്ല, അതവന്റെ മരണത്തിന്റെ വേദനയല്ല, സക്കറാത്തുൽ മൗത്ത് അല്ല. മരണത്തിന്റെ വേദനയാണെങ്കിൽ ആ വേദന നിനക്ക് തുടങ്ങുന്നത് 2 കൈകളിൽ നിന്നും കാലുകളിൽ നിന്നുമോ. ആ 2 കൈകളിൽ നിന്നും കാലുകളിൽ നിന്ന് വേദന തുടങ്ങിയിട്ട് ആരോഗ്യമുള്ളൊരു മനുഷ്യനാണെങ്കിൽ 40 ടൺ യൂണിറ്റ് വേദനയാണെങ്കിൽ അതിനേക്കാൾ അസംഖ്യമായി നിന്റെ വേദന കയറി വരുന്നതാ. നിന്റെ 2 ഷോൾഡറുകളിൽ നിന്നിൽ നിന്ന് പിരിയുകയാണെന്ന് തോന്നുകയാ. ഈ 2 ഷോൾഡറുകൾ നിന്നിൽ നിന്ന് പിരിയുകയാണെന്ന് തോന്നുകയാണ്. ഈ ഷോൾഡറുകൾ പിരിയുകയാണെന്ന് തോന്നുകയാ. ആ ഷോൾഡറിലുള്ള വേദന പതിയെ പതിയെ നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, നിന്റെ കൽബിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ മോനെ, ഇത് നിന്റെ മരണമാ, ഇത് നിന്റെ മരണമാ. നിന്റെ ഹുങ്കാരങ്ങൾ നിൽക്കുകയാണ്, എല്ലാ ശക്തിയും ക്ഷയിക്കുകയാ. ഇല്ല ഇല്ല, ഇനി നിനക്ക് തിരിച്ചു വരവില്ല. ഈ ദുനിയാവിനോട് നീ ഇവിടെ പറയുകയാ, ഈ ദുനിയാവിലെ ജീവിതം അവസാനിക്കുകയാണ്. ഇനി നിനക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സമയമില്ല, ഇനി നിനക്ക് തിരുത്താൻ സമയമില്ല. പടച്ച റബ്ബിന്റെ തിരുസന്നിധിയിലേക്ക് യാത്രയാവുകയാണ്, അല്ലാഹുവിലേക്ക് യാത്രയാവുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അന്ന് നിനക്ക് തിരുത്താൻ സമയമില്ല. അന്ന് നീ എന്ത് പറഞ്ഞിട്ടും തന്നെ കാര്യമില്ല. പിന്നെ നിനക്ക് ജീവിതമില്ല, പിന്നെ നിനക്ക് മരണമാണ്, മരണമാണ്, മരണമാണ്. പ്രിയപ്പെട്ടവരെ, ബക്കറ്റുമായി സംഘാടകർ നിങ്ങളെല്ലാവരെയും സമീപിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ലൊരു സദഖ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് നിങ്ങൾക്ക് സദഖ ചെയ്യുക. നമ്മുടെ ഈ ചെറിയൊരു സദഖ കൊണ്ട് വലിയൊരു ജീവനാണ് ഒരു പക്ഷേ രക്ഷപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു നല്ലൊരു സദഖ, നല്ല നിയ്യത്തോടുകൂടെ എല്ലാവരും സംഘാടകർ നിങ്ങളെ സമീപിക്കുമ്പോൾ നല്ലൊരു സദഖ അതിൽ ഇട്ടുകൊടുക്കുക. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മരണത്തിന്റെ ആ സമയമങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സമയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ മരണമെത്തുന്നതിന് മുമ്പ് ആ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് നന്മ ചെയ്തുകൊണ്ട് ആഖിറത്തിന് ഉപകരിക്കുന്ന അമലുകൾ ചെയ്തോ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തും.
രേഖപ്പെടുത്തുന്നതാ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സഹോദരി